ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ. ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് നാളായി. അപ്പോൾ എല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയാണ് ഇത്. എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ഒരു 1 മന്ത് എടുത്തിട്ടാണ് എൻ്റെ സ്കിന്നൊരു കുറച്ചെങ്കിലും ട്രാൻസ്ഫോം ആയത്. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാകും എനിക്ക് വർഷങ്ങളായിട്ട് ആക്നീസ് ഉള്ള ആളാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ ജെനറ്റിക്സ് തന്നെ ഉണ്ട് ആക്നി. അതുകൊണ്ട് എപ്പോഴും ആക്നീസ് വരാൻ ചാൻസ് ഉള്ള ഒരു സ്കിന്നാണ്. ചിലപ്പോൾ പല പല ഫാക്ടേഴ്സ് ആയിരിക്കാം, ക്ലൈമറ്റിക് ചേഞ്ച് ആയിരിക്കാം. എനിക്ക് ഹോർമോണൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെ PCOD കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുഡ്, ചിലപ്പോൾ ചില ഏതെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കാം, മധുരം കഴിച്ചാൽ നല്ലപോലെ വരും, അങ്ങനെ വരുന്ന ഒരു സ്കിൻ ടൈപ്പാണ് എൻ്റെത്. പക്ഷേ കുറച്ച് നാളായിട്ട് എനിക്കങ്ങനെ, കുറച്ച് മുന്നേ ആയിട്ട് എനിക്കങ്ങനെ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ആലപ്പുഴയിൽ കുറച്ച് ഈവൻറ്റ് നടത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസത്തോളം അവിടെ നിന്നപ്പോൾ എൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന്, ചെറിയ അലർജി പോലെയൊക്കെ വന്നായിരുന്നു, കുറച്ച് തടിപ്പ് പോലെയൊക്കെ. അപ്പോൾ ഞാനത് പിന്നെ കാര്യമാക്കില്ല. വീട്ടിൽ ചെന്നിട്ട് അത് റെഡി ആകുമെന്ന് വിചാരിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം ഒന്നും ഡ്രൈ ആയി. അതായത് അത്രയും നാളും ഓയിലി സ്കിന്നായിരുന്നു എൻ്റെ സ്കിന്ന്, ഡ്രൈ ആയി. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാനത് അങ്ങനെ തന്നെ വിട്ടു. അതായത് ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊക്കോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറയുക, പോയില്ല. ചെറിയ ചേഞ്ചസ് വന്നല്ലാണ്ട് അത്രയ്ക്ക് അത് പോയില്ല. എനിക്ക് ഭയങ്കര ഡ്രൈനെസ്സും ആ ഒരു ഭാഗത്ത് ഇച്ചിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നായിരുന്നു എൻ്റെ ഒരു പരിചയത്തിലുള്ള ചേച്ചി, പുള്ളിക്കാരത്തേക്ക് പരിചയമുള്ള ഒരു ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഈ സ്കിൻ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ചു. സിമിത എന്നായിരുന്നു ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിക്കൊരു ബ്രാൻഡ് ഉണ്ട്, റെഫനിക് ഓർഗാനിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അപ്പോൾ പുള്ളിക്കാരത്തെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് പറ്റിയത്, എങ്ങനത്തെ സ്കിന്നാണ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇഷ്യൂ, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു റെഫറൻസ് അനുസരിച്ച് പുള്ളിക്കാരത്തെ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കി അയച്ചു തന്നു. അപ്പോൾ ഞാനത് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ 2 പ്രോഡക്റ്റാണ് ഈ ഒരു റെഫനിക് ഓർഗാനിക്കിൻ്റെ നീം ഫേസ് വാഷ്. ഇത് ആക്നി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് SPF ഉള്ള സൺസ്ക്രീൻ, SPF 50. ഇതിൻ്റെ ഫുള്ളും എന്താ പറയുക, എഴുത്തൊക്കെ പോയി. കാരണം ഏകദേശം 1 മന്തായി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് തീരുകയും ചെയ്തു, ഏകദേശം തീരാറായി. അതുകൊണ്ട് ഇതിൻ്റെ എഴുത്തൊക്കെ ഏകദേശം പോയി, എനിക്ക് വായിക്കാൻ പറ്റണില്ല. SPF 50 PA++ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫേസ് വാഷിനെ കുറിച്ച് കുറച്ച് പറയാനാണെങ്കിൽ, ഞാനിത് യൂസ് ചെയ്ത് ഫസ്റ്റിലെ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കൊന്നൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുരു വരാൻ തുടങ്ങി. പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുരു വരാൻ തുടങ്ങി. അതായത് ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ആക്നീസ് ഒക്കെ ഉണ്ടല്ലോ, ബൾബ് പോലെ കത്തിച്ചേർന്ന് വേദന എടുക്കുന്ന ആക്നീസ് ഒക്കെ വരാൻ തുടങ്ങി. അത് ഈ 2 സൈഡിലും വന്നു. അപ്പം ഞാൻ പുള്ളിക്കാരത്തേക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത്, എന്താ ചേച്ചി ഇങ്ങനെ വരുന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, അതങ്ങനെ വരും, ചിലവർക്ക് അങ്ങനെ വരും. കാരണം ഇത് നീമാണ്, കുറച്ചുകൂടി ഓർഗാനിക് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഉള്ളിൽ നിന്നുള്ള ആക്നീസ് പുറത്ത് വരുന്നതാണ്. ഇത് ഫുള്ള് പുറത്ത് വന്ന് പോയതിന് ശേഷം മാത്രമായിരിക്കും മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചു. ഇത് കണ്ടിന്യൂ ചെയ്തു. ആക്നീസ് ഒന്നും നോക്കിയില്ല, അതങ്ങനെ. പക്ഷേ ചെറുതായിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒന്ന് കുത്തി പൊട്ടിച്ച് ഇവിടെ ഒരു പാട് വീണു. ഇതല്ലായിരുന്നു പാട്, വലിയൊരു പാടായിരുന്നു. അപ്പോൾ അത് ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ആക്നി പോയിട്ട് എനിക്കൊന്ന് 2 വീക്സ് ആകുന്നുണ്ട്. അപ്പം 2 വീക്സിനുള്ളിൽ ഏകദേശം എൻ്റെ പാട് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഈ സൺസ്ക്രീനിൻ്റെ കാര്യം. ഇത് ഭയങ്കര നല്ല സൺസ്ക്രീനാണ്. ഞാൻ എന്താ പറയുക, ഇത്രയും നാൾ യൂസ് ചെയ്തേയില്ല. വലിയ ബ്രാൻഡിൻ്റെ ഒക്കെ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള ഈ സൺസ്ക്രീൻ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ട് കുറച്ചെടുത്താൽ മതി. കുറച്ച് മീൻസ് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള സൺസ്ക്രീൻ എടുത്താൽ മതി. അപ്പം തന്നെ നല്ലൊരു ഗ്ലോ, നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ആയിരിക്കും മുഖത്ത് തരുന്നത്. എനിക്ക് സാധാരണ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചില സൺസ്ക്രീൻസ് ഒക്കെ പൊള്ളാറുണ്ട്. പൊള്ളുന്ന മീൻസ് ഒരു എരിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ചിലതൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും, ചിലത് കണ്ണെരിയാറുണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് സൺസ്ക്രീൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു മുഖത്ത്.
അത്രയ്ക്ക് നല്ല സാധനം കേട്ടോ. ഭയങ്കര ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അപ്പൊ ഞാൻ ഈ പ്രോഡക്ട്സ് കറക്റ്റ് 1 മന്തിന് മേലെ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, കാരണം ഏകദേശം ഇത് ഫിനിഷ് ആവാറായി. ഇത് ഏകദേശം ഇത്ര ആകാറായി. ഇനി എനിക്ക് വേണമെങ്കിൽ ഒരു 1.5 മന്ത്സോളം യൂസ് ചെയ്യാം. കാരണം ഇത് കുറച്ച് എമൗണ്ടിൽ എടുത്താൽ മതി, നല്ലപോലെ ലാദറാകും, ഒട്ടും ഡ്രൈ ആക്കത്തില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ്. ഇതെന്റെ എമുലിൻ മോയ്സ്ചറൈസർ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം എടുത്തിടും. ഇപ്പൊ ഡിസംബർ നവംബർ മന്തിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അടിപൊളി മോയ്സ്ചറൈസർ. കുറച്ച് മതി, എടുത്തിട്ടാൽ മതി. എപ്പോഴും മോയ്സ്ചറൈസർ ഇടുമ്പോഴത്തേക്ക് ഒരു നനവോടെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ നനവോടെയാണ് ഇടുന്നത്. അത് ഫുൾ ഡ്രൈ ഔട്ട് ആയതിനു ശേഷം മാത്രമായിരിക്കും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു പ്രോഡക്ട്സ് ഒന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇത് എനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് സ്പെഷ്യലായിട്ട് അയച്ചു തന്നതാണ്. എല്ലാവരും അവരുടെ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും അവർ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് സ്കിൻ ഇഷ്യൂസ് എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് അവരുടെ സ്കിൻ ഇഷ്യൂ അനുസരിച്ചായിരിക്കും അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ ആ ചേച്ചിക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, എനിക്ക് എത്ര നാളെടുത്താലും റിസൾട്ട് കിട്ടുമെന്നുള്ളത് ആ പുള്ളിക്കാരിക്ക് കോൺഫിഡന്റ് ആയിരുന്നു. ഈ 2 പ്രോഡക്റ്റ് അല്ലാണ്ട് എനിക്ക് വന്ന ആക്നി മാർക്സ് ഉണ്ട്, അതായത് സ്റ്റബേൺ ആക്നി മാർക്സ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു പ്രോഡക്ട്സിനുള്ളിൽ ഇത് ചിലപ്പോൾ ഒരുപാട് മാസങ്ങളോളം യൂസ് ചെയ്ത് പോകുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അവരൊരു സിറം എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിറം ഞാൻ യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അതിന്റെ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സമയം എടുക്കും അതിന്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ റിസൾട്ട് പക്കായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിറം ഞാൻ ഏകദേശം എനിക്കൊരു അടുത്തൊരു 1 മന്തോളം യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അതിന്റെ റിവ്യൂ പറയുന്നത്. ഇതാണ് എനിക്ക് 1 മന്തോളം എടുത്ത് സ്കിൻ ട്രാൻസ്ഫോം ചെയ്ത ഒരു പ്രോഡക്ട്സ് എന്ന് പറയാനുള്ളത്. ഞാൻ തോന്നുന്നു എനിക്ക് ഇത്ര നാൾ യൂസ് ചെയ്തതിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രോഡക്ട്സ് ഒന്നും എനിക്ക് അങ്ങനെ വർക്ക്ഔട്ട് ആയില്ല. ഞാൻ അങ്ങനെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈവൻ ദോ എന്റെ അത്രയും ഡാമേജ്ഡ് ആയിട്ട് പോലും ഒരു സിറം ഒന്നും യൂസ് ചെയ്യാണ്ട് ഈ 2 പ്രോഡക്റ്റ് വെച്ച് മാത്രം എനിക്ക് ഇത്രയും എന്താ പറയാ മാറ്റം കാണുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഇത് തന്നെ യൂസ് ചെയ്യേണ്ടിരിക്കും. എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയപ്പോൾ ഇത് തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അവരുടെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്, റെഫനിക് ഓർഗാനിക് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഫുഡൊക്കെ ശ്രദ്ധിക്കണം. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല വലുതായിട്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പതിയെ റിസൾട്ട് വന്നത്. എന്നാലും റിസൾട്ട് വന്നു. എൻ്റെ ചേട്ടന്റെ വെഡിങ് ഒക്കെ അടുക്കാറായി. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്ട്സ് ഇപ്പൊ വേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ വീണ്ടും പറയുന്നു, പെയ്ഡ് പ്രൊമോഷനേ അല്ല, എന്റെ ശരിക്കും ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.